ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ആശുപത്രിയിലെത്തിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, എപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്? എന്താണ് വിശദാംശങ്ങൾ? അനന്തമ്പ്യർ അല്പസമയം മുമ്പാണ് KP ശങ്കർദാസ്, ദേവസ്വം ബോർഡ് മുൻ അംഗം കൂടിയായിട്ടുള്ള KP ശങ്കർദാസിന്റെ അറസ്റ്റ് ആശുപത്രിയിലെത്തി SIT സംഘം രേഖപ്പെടുത്തിയത്. നിർണായകമായ ഒരു അറസ്റ്റാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയം മുമ്പ് SIT അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കുന്ന സമയത്തും KP ശങ്കർദാസിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമല്ല, ICUവിലാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ വൈകിപ്പിക്കണം, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കണം, ജാമ്യം നൽകണം എന്നുള്ളതാണ്. പക്ഷേ ആ ജാമ്യം അടക്കമുള്ള നടപടികൾ, ജാമ്യഹർജി അടക്കമുള്ള നടപടികൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിർണായകമായ ഒരു അറസ്റ്റ് കോടതിയുടെ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്നാലും ഉടൻ തന്നെ SITയുടെ മുൻപിലേക്ക് ശങ്കർദാസിനെ എത്തിക്കും. ഇനിയിപ്പോൾ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് SIT കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് KP ശങ്കർദാസിനെ എത്തിച്ചുകൊണ്ടുള്ളൊരു നടപടിയിലേക്കായിരിക്കും SIT കടക്കാൻ പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോടതി SITയുടെ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ KP ശങ്കർദാസ് അടക്കം A പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ ഈ സ്വർണ്ണക്കവർച്ച നടന്ന കാലയളവിൽ അവിടുത്തെ ദേവസ്വം ബോർഡ് മെമ്പർമായിട്ടായി ഉണ്ടായിരുന്ന ആളുകളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ വിമർശനം SIT സംഘത്തിന് നേരെ ഹൈക്കോടതി അടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി ശാലിനി സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനമുണ്ടായിരുന്നു. എന്തുകൊണ്ട് KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ, അതുപോലെ അംഗങ്ങളായ KP ശങ്കരദാസ്, വിജയകുമാർ, ഇവരെല്ലാം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്.